നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാം. ഇത് ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ പാക്കറ്റിലുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് ബ്രൗണും ഗ്രീനും. അപ്പോൾ ഇതിൽ വരുന്നത് 2 സ്റ്റിക്കർ ഷീറ്റും ഇത് ഒട്ടിക്കാൻ ഒരു ബാക്ക്ഗ്രൗണ്ടുമാണ്. ബ്രൗൺ എസ്തെറ്റിക്സ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇതിന്റെ ഗ്രീൻ ഞാൻ ചെയ്തിട്ട് ബ്രൗൺ നിങ്ങൾക്ക് തരാൻ വെച്ചേക്കായിരുന്നേ. പക്ഷെ നിങ്ങൾ കണ്ടോ ഗൈസ്, ബ്രൗണിൽ 17 സ്റ്റിക്കേഴ്സും ഗ്രീനിൽ 22 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റിക്കേഴ്സ് ഉള്ളത് നിങ്ങൾക്ക് തരാമെന്ന് വെച്ചു. ഗൈസ്, ഞാൻ എൻ്റെ ബാക്കി ചാനൽ ചെയ്യുമ്പോൾ പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള സ്റ്റിക്കേഴ്സ് തന്നെ നോക്കി ആദ്യമേ ഒട്ടിക്കണം. ഏതെങ്കിലും ഒരു ഫ്രണ്ടിലുള്ള സ്റ്റിക്കർ ആദ്യമേ ഒട്ടിച്ചാൽ പിന്നെ വലിച്ചിളക്കി ബാക്കിലുള്ള ഒട്ടിച്ച് പിന്നെ വീണ്ടും തിരിച്ചൊട്ടിച്ച് മൊത്തത്തിൽ അലങ്കോലം ആവാതെ നോക്കണം. പിന്നെ ഒന്നിനും ഓവർലേ ചെയ്യാത്ത സ്റ്റിക്കേഴ്സ് ആദ്യമേ ഒട്ടിച്ചിട്ട് ബാക്കി ചെയ്യാന്ന് വെച്ചു. നമ്മൾ ബേസിക്കലി ഈ സ്റ്റിക്കേഴ്സ് വെച്ച് ഒരു കഫേ ഉണ്ടാക്കുകയാണ്. മെനു വെച്ചു, ഒരു ഷെൽഫ് വെച്ചു, ഒരു ഫ്രിഡ്ജ് വെച്ചു, അവിടെ ജോലി ചെയ്യാൻ ഒരാളെയും വെച്ചു, ടേബിൾ വെച്ചു. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ എൻ്റെ കഫേ ഞാൻ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ വീഡിയോ ആക്ച്വലി 1 to 2 മിനിറ്റ്സേ ഉള്ളെങ്കിൽ ഞാൻ 15 മിനിറ്റ് എടുത്ത് ചെയ്ത സാധനമാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റിക്കറെങ്കിലും മാറിപ്പോയാൽ അത് കുത്തിയിരുന്ന് വലിച്ചിളക്കേണ്ടി വരും. എനിക്കത് ചെയ്യാനാണ് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ഇത് ചെയ്യാൻ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും നമ്മൾ ഈ കുഞ്ഞിലെ ഓരോ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും പസിൽ സോൾവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ DIY ആയിട്ട് ചെയ്ത് എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോഴോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? ആ എക്സൈറ്റ്മെന്റിലാണ് ഗൈസ് ഞാനത് ഉണ്ടാക്കിയത്. കുറേ നാളായി ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ചെയ്ത് നോക്കിയാലേ ഇതിന്റെ രസം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ആൻഡ് നമ്മൾ ഷൗട്ട് ഔട്ട് കൊടുക്കുന്ന കമന്റ്സ് ഇവരുടെയൊക്കെയാണ്.